ചുണ്ട പകൽ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണമെന്ന് നാട്ടുകാർ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ചുണ്ടയിലെ പകൽ വീട്ടിൽ സ്വാതന്ത്ര്യദിനാചരണത്തിന്റെ ഭാഗമായി വയോജന സംഗമവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമ്മുടെ രാജ്യം 70ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളെ ഒന്നോ രണ്ടോ മാസങ്ങളെ കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും സന്തോഷവും എല്ലാം അനുഭവിക്കുന്നത്. പ്രസിഡന്റ് MK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KC ലക്ഷ്മണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. NK തമ്പാൻ, CK രാജേഷ് മാസ്റ്റർ, ശ്രീകല തമ്പാൻ, സ്വപ്ന PC, P സുധാകരൻ മാസ്റ്റർ, C ലതാരവി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2020 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചത്. വായനശാലയ്ക്ക് വേണ്ടി ഒരു സ്ഥലമായിരുന്നു ആദ്യം 10 സെൻറ്റ് എടുത്തിരുന്നത്. അപ്പോൾ വായനശാലയേക്കാൾ ഇപ്പോൾ അത്യാവശ്യമുള്ളത് നമ്മുടെ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നും ഏകദേശം 5 സെൻറ്റോളം പകൽ വീടിന് വേണ്ടി എഴുതി കൊടുത്തു. പകൽ എടുത്തുകൊണ്ട് ഈ സ്ഥാപനം തയ്യാറാക്കി. അന്നത്തെ ആവേശം ഇന്ന് ആർക്കില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് വേറൊരു ഇതുണ്ട്. കാരണം ഈ അഗതികൾക്കുള്ളതാണോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റിപ്പെട്ട ആളോ അത് ഗവൺമെൻറ് അതിലില്ലാത്ത മനുഷ്യനാണ് ഇവിടുത്തെ പ്രശ്നം കിട്ടുന്നതിലൊരു തല നടക്കാത്തതുകൊണ്ട് ഞാൻ യുവാവല്ല കേട്ടോ. തല നിലച്ചതുകൊണ്ട് നിങ്ങളെല്ലാം വാർത്തയ്ക്ക് കീഴടങ്ങി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി, അതിൻ്റെ 79ാം വാർഷികമാണ്. 80ാം വയസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 80 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യം എവിടെ എത്തി, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ആത്മവിശ്വാസം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഞാനൊരു ദിവസം എനിക്കൊരു തീവണ്ടിയിൽ തൃശ്ശൂർ പോയിട്ട് പൈനിലേക്ക് വരികയാണ്. അപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിക്കാണ് ഈ ട്രെയിൻ കോഴിക്കോട് എത്തിയത്. അപ്പോൾ ഒരു വിശപ്പ് ഇങ്ങനെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചായ വാങ്ങി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം ആ സന്ദർശിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഉണ്ടാകുന്നുണ്ട് ആ കൂടുതലും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് തന്നെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇതിനെക്കുറിച്ച് അഭിമാനിക്കാൻ നമുക്കറിയാം. ഇല്ലെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. ഇത് സ്ഥാപനം നശിച്ചു പോകരുന്നൊരു ചിന്തമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഈ ആൾക്കാരില്ല എങ്കിൽ ഈ ആളുകളുണ്ട്. നമ്മുടെ ഈ ചിന്ത പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇത് പകുതി ആളുകളിലും നമ്മൾ പകൽ വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. K കുഞ്ഞിരാമന് ആദ്യ മെമ്പർഷിപ്പ് നൽകി. പകൽ വീട്ടിൽ ആയയെ നിയമിക്കണമെന്നും വാഹന സൗകര്യം ഏർപ്പെടുത്തണമെന്നും കാട്ടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിവേദനം നൽകി. പകൽ വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മൈക്ക് സെറ്റ്, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ വേണമെന്നും കെട്ടിടത്തിന് ചുറ്റുമതിൽ കെട്ടണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിവേദനം കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.